ഇന്നാണ് നമ്മളെ ചെമ്പലങ്കാട് ഭഗവതിയുടെ ഉത്സവം കേട്ടാ. വെടിക്കെട്ടും പാട്ടും മേളവും കൂത്തും ആനയും അമ്പാരിയും ഒക്കെ ആയിട്ട് ഒരു പൂരന്നെയായിരുന്നു. പിന്നെ നമ്മുടെ ഫുഡ് പ്രിപ്പറേഷൻസ് കാര്യം പറയണ്ടല്ലോ, നമ്മൾ ഗംഭീരമായിട്ട് തന്നെ ഫുഡ് ഒരുക്കി വയ്യ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ലായിരുന്നു കേട്ടാ. കാര്യം ആരും വരാനൊന്നുമില്ല, എന്നാലും നമ്മളൊരു ഇമ്പത്തിനെ അങ്ങോട്ട് ചെയ്തു. പിന്നെ ഇതുപോലെ ഡാൻസും പാട്ടും ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വിശേഷങ്ങളിലേക്കാണ് നിങ്ങളെ ഞാൻ ഇന്ന് സ്വാഗതം ചെയ്യുന്നത്. ആസ്വദിച്ചൊരു പൂരായിരുന്നു. കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ വലിയ വലിയ സന്തോഷങ്ങളുടെ ഉള്ളിൽ അതങ്ങ് മുങ്ങിപ്പോയി. അപ്പൊ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീയാണ് കേട്ടാ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. അമ്മ ഇവിടെയാണ് മോളുടെ അടുത്ത്. മോളൂര് കണ്ണിങ്ങനെയായിട്ട് ആരും വിളിക്കാൻ പറ്റുന്നില്ല, സങ്കടത്തിലാ. പച്ചെന്നാലും മോൻ പറഞ്ഞു ആരെങ്കിലും ഒക്കെ വന്നാ കണ്ണുണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന് അറിയണ്ടെങ്കിലും ആരെങ്കിലും ഒക്കെ വരില്ലേ. അപ്പൊ കുറച്ച് ഇറച്ചി വാങ്ങിച്ചു എന്ന് പറഞ്ഞു പച്ചൻ ഇറച്ചി വാങ്ങിക്കാൻ പോയിരിക്കട്ടാ. അപ്പൊ അമ്മതേ അമ്മയുടെ കണ്ടു അമ്മതേ അമ്മയുടെ കാപ്പി പുട്ട് കാലത്തെ പരിപാടികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പഴം നമ്മുടെ കടയിൽ പഴം നമ്മുടെ കടയിൽ എന്തോരം പഴമുള്ളതാ. അപ്പൊ എനിക്കാണെങ്കിൽ പുട്ടും പഴം തിന്നണമെന്ന് ഒരു ഭയങ്കര തോന്നി. നമുക്ക് എല്ലാ ദിവസവും പുട്ടും പഴം തിന്നാൻ എനിക്ക് ഞാൻ പറയാറില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്റെ പച്ചപ്പലഹാരങ്ങളാണ്. അപ്പൊ ഇന്നലെ ഞാൻ ചോദിച്ചു ഈ പഴം ഞാൻ കണ്ടിട്ടായിരുന്നു, അപ്പൊ ഇത് പുഴുങ്ങാം എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ പുട്ടിന്റെ പൊടി നൈസ് പൊടി കിട്ടിയില്ല നമുക്ക്, മറ്റേ പൊടിയൊക്കെ ഉണ്ട്. പിന്നെ റാഗി അങ്ങനത്തെ ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒഴിവ് ദിവസങ്ങളിൽ മാത്രം ഇങ്ങനത്തെ കഴിക്കുള്ളേ. അല്ലാത്ത ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് റസ്ക എന്തെങ്കിലുമൊക്കെ കിട്ടിയായി തിന്നങ്ങിയായി അത്രക്കേ ഉള്ളൂ. നേരല്ല അതാണ്. ഇന്നിപ്പോ അമ്മ ഷൂട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് ചെടികളൊക്കെ ഒന്ന് നനച്ചിട്ട് പാടി കണ്ടിന്യൂ ചെയ്തു. പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് 2 ദിവസമായി കായ വത്തിട്ടാള്. അപ്പൊ അതിന്റെ തൊലി അവിടെ ഇരിക്കുന്ന ആള്. അപ്പൊ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഞാൻ കുക്കറിലിട്ടിട്ട് ഒന്ന് അടിച്ച് ഒരു ഉപ്പേരിയാക്കാൻ ഇവിടെ. പിന്നെ ഉപ്പേരി ഒന്നും വെക്കാൻ ഒരു സാധനത്തിന് ബുദ്ധിമുട്ടില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ വേണ്ടതുണ്ട്. അപ്പൊ അതങ്ങ് ഉപ്പേരി വെക്കാം. മൂളുതേ അവിടെ ഇരുന്നതേ തേങ്ങ ചേരങ്ങുണ്ട് കണ്ട. പഴയ ശർക്കര ഇട്ടിട്ടാണ് ആക്കണത്, മധുരം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ വെള്ളം അതിൽ തുണ്ട് വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ പഴം പുഴുങ്ങുന്നത് അത്ര ഇഷ്ടം. ഇത് മോനെ പുട്ടിലിങ്ങനെ കുഴയ്ക്കാൻ നല്ല രസമാണ്, അത് നല്ല ഇഷ്ടം എനിക്ക്. അമ്മയൊക്കെ തൃശ്ശൂർ അമ്മയൊക്കെ അങ്ങനെ പുഴുങ്ങാം, മക്കൾക്കും നല്ല ഇഷ്ടമായിട്ട് അത്. കുക്കറിന്റെ മുകളിൽ വെക്കാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ പയറും കൂടിയിട്ട് വേവിച്ചിട്ട് കൊള്ളാൻ സാധ്യത കുറവാണ്. പയറും ഇതും കൂടി ഒരുമിച്ചിട്ട് കുറച്ചു നേരം മൂടി വയ്ക്കുക. അപ്പൊ ശരിയാണ്. സാധാരണ കാച്ചണ പോലെ കേട്ടാ. തൃശ്ശൂർക്കാരുപ്പേരി ഒക്കെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ പയറിട്ട് കൊടുത്തിട്ടേ ഈ പാത്രത്തിൽ തന്നെ ഞാൻ കായത്തൊലി ഒന്ന് വേവിക്കട്ടെ. വേവിക്കാണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇതുണ്ടാവില്ല. വേവിക്കാണ്ട് അതിലിടാന്ന് വിചാരിച്ചേ ഞാൻ ആ പയറിന്റെ കൂടെ. പക്ഷെ അത് ചിലപ്പോൾ ശരിയാവില്ല. നമ്മൾ രണ്ടും ഒരുമിച്ചിട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യേ. പക്ഷെ ഇന്ന് പാത്രം ചെറുതായി പോയില്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യാം. അങ്ങനെ പകുതി പണിയിലെ അമ്മ സഹായിച്ചു കേട്ടോ. അമ്മ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാരണം എനിക്ക് വലിയ കാര്യമായിട്ട് അതിൽ റോളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വോയിസ് ഓവർ കൊടുത്ത് ചെയ്യാനാണ് ഇഷ്ടം. നിങ്ങളോട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അമ്മ പറയണ്ടല്ലോ, അപ്പം ഞാൻ അമ്മ പറയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴേ ഞാൻ ഇതിങ്ങനെ വേവിച്ച് ഇതിലേക്ക് ഒന്ന് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് അവിടെ ഇന്ന് വറ്റട്ടെ. ഡ്രൈ ആയിട്ട് വരണത് ഇവിടെ കറി ഡ്രൈ ആയിട്ടൊരു വിധം ഇത്ര മതി. ഇത് തേങ്ങയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, വെറുതെ കാച്ചിൽ മാത്രമേ ഉള്ളൂ. ആ പയറിൻ്റെ ഒരു കൊഴുപ്പില്ലേ അതിൽ അടിഞ്ഞിട്ടുണ്ട്. അതൊക്കെ പുട്ടുപൊടിയൊക്കെ നനച്ചപ്പോൾ ഈ പൊടി നനയ്ക്കാത്ത ബുദ്ധിമുട്ടായത്. ഭയങ്കര നൈസ് പൊടിയായിട്ട് പുട്ടായി. അച്ഛൻ പോത്ത് കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും വന്നാലും പോത്ത് കഴിച്ചിട്ടുണ്ട്, പോർക്ക് കഴിച്ചിട്ടുണ്ട്, മീൻ കഴിച്ചിട്ടില്ല. മണ്ണപ്പെട്ട പോയിട്ട് കഴിച്ചിട്ടുണ്ട്. മണ്ണപ്പെട്ട വരെ പോയി നമ്മുടെ അവിടെ ബൈജുണ്ട് അവിടെ.
ഇവിടെ ഒന്നും കിട്ടിയില്ല. അത് ഇവിടെ കായൽ മീനുകള്, പുഴ മീനുകള്, നമ്മള് വലിയ മീനുകൾ മേടിക്കുമ്പോഴേ ചിലപ്പോ നല്ലത് കിട്ടണമെന്നില്ല. അത് നല്ലതാ, നല്ല കഷ്ണം. എല്ലായിടത്തും ഈ നോൺ വെജ് പരിപാടി ഉണ്ടാവില്ലല്ലേ? ഇവിടെ നമുക്ക് ഇവിടെ ഉച്ച കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി വന്നപ്പോ നോൺ വെജ് കഴിക്കും. നമ്മള് ഇത്ര ദിവസം കഴിക്കില്ലായില്ല ചേട്ടാ, ഇവിടെ കഴിക്കില്ലായിരുന്നു. ഭാഗ്യം തീരെ കഴിക്കില്ലായിരുന്നു. ഞങ്ങളങ്ങനെ വലിയ ആളിന്ന് പോയി വൈകുന്നേരമാണ് ആള്. ഇന്നത്തെ കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന് രാത്രി കഴിക്കില്ല, നാളെ തൊട്ടാള് കഴിക്കുള്ളൂ. നമ്മള് മീൻകറി വെക്കാൻ പോവാണ്. അതുപോലെ ചിക്കൻ ബീഫ് സംഭവങ്ങളൊക്കെ വെക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ കടയിൽ നിന്ന് ചേട്ടന്മാര് ചിലപ്പോൾ വന്നാലോ എന്നുള്ളൊരു ചിന്തയുടെ പേരിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾക്ക് കുറച്ചധികം ദിവസമായിട്ട് കാട്ടിൽ പോകേണ്ട കാരണം കൊണ്ടൊക്കെ നമ്മൾ നോമ്പിൽ തന്നെയാണ് ഈ വക സംഭവങ്ങളൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല ഒരു 10-15 ദിവസമായിട്ട്. അത് കഴിഞ്ഞ് വന്ന് വൈകുന്നേരത്തെ ഉത്സവത്തോടൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ നമ്മൾ കുളിച്ചിട്ടാണ് ഇറച്ചി മീനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. മീൻകറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, കുറച്ചധികം മീൻകറി വയ്ക്കുമ്പോൾ റെസിപ്പി പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എടുത്ത് പറയുന്നു. മീൻ നമ്മുടെ കേരയുടെ കഷ്ണങ്ങളാണ്. അത് അറക്കിയാണോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയായാലും ഇങ്ങനെ വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ ചെറുള്ളി നമ്മൾ അരിഞ്ഞ് മാങ്ങയുടെ ഒപ്പം തന്നെ ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് കുടംപുളി ഇട്ടിട്ടുണ്ട്, ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 3 തക്കാളി ഇട്ടിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ലതാണ് കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2ാം പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 2ാം പാൽ ഇതാണ് നമ്മൾ ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ബീഫ് കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരു 7 ലിറ്ററിൻ്റെ കുക്കറുണ്ട്. നമ്മുടെ വീട്ടിലിങ്ങനെ പാത്രങ്ങൾ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. നമുക്കിവിടെ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നൊന്നും മേടിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഉത്സവങ്ങളുള്ളതല്ലേ. പിന്നെ നമുക്ക് ഒരുപാട് അയൽപ്പക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ ഒരുവിധ സംഭവങ്ങളൊക്കെ മേടിച്ച് വെക്കാറുണ്ട്. ആ നേരത്തെ ഓടണ്ടാന്ന് വെച്ചിട്ട് അത് നമുക്ക് ഉപകാരമാവാറുണ്ട് കേട്ടോ. ഇപ്പോൾ വേറെ വീട്ടിലൊക്കെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അയൽപ്പക്കാർ കുറവുണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ജീവിക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ശ്രീകുട്ടൻ നമ്മുടെ തോട്ടത്തിൽ നിന്ന് മുളക് പറിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഈ ഒരു കൺസെൻറ്റേറ്റീവ്സ് വന്നു എന്നും പറഞ്ഞ് എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ ചോദിച്ചിട്ട് ഞാനത് അങ്ങോട്ട് ഒഴിവാക്കി കേട്ടോ. ആ ഭാഗത്തിന് രണ്ടാളും അടിച്ചു പോയിട്ടിരിക്കുകയാണ്. എന്നാലും കുഴപ്പമില്ല, മാറി വരുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റാണ് കേട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ചിക്കനല്ല, നമ്മുടെ മീൻകറി ഇതാ നന്നായിട്ട് വെന്ത് വന്നു. അപ്പോൾ നമ്മളിതാ ഒരു 2 ഗ്ലാസ് നല്ല കട്ടിപ്പാലുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഒരുവിധം റെഡി ആയിട്ടാ. മീൻ കുറച്ച് വറുക്കാൻ പറഞ്ഞു. ഇവിടെ മീൻ വറുത്തതിന്റെ ഫാൻസ് കുറയുണ്ട്. അമ്മ, ശ്രീകുട്ടൻ, വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയും അമ്മേരെ കൂടെ നിന്നിട്ട്. അമ്മയും ഞാനും ചേച്ചിയൊക്കെ നിന്ന് അടുക്കളയിൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നോടൊരു ബഹളാണ്. അങ്ങനെ അത് അച്ഛൻ കുളിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം മീൻകറി നമുക്ക് ഇറക്കി വെച്ചിട്ട് അതിൽ ഉള്ളി കാച്ചുക എന്നുള്ളൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. അമ്മ രുചിച്ച് നോക്കിയിട്ട് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഉള്ളി ഇത്തിരി കുറച്ചധികം ഉണ്ടാകുമ്പോഴേ കുറച്ച് വലിയ പാത്രമാണ് ഉപകാരപ്പെടുക കേട്ടോ. ഞാനതിൽ ഇനി കഴുകണ്ടല്ലോ എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞ മടിയുടെ ഭാഗമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആകെ കൂടി അടുക്കള വൃത്തികേടായ രൂപത്തിൽ എത്താറുണ്ട്. അങ്ങനെ കുറച്ച് മുളക് പൊടിയും ഉള്ളിയും അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ച് മീൻകറി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ അമ്മ ഉപ്പും മുളകും കുരുമുളകും ഗരം മസാലയും ഒക്കെ പുരട്ടിയിട്ട് വറുത്തെടുക്കാൻ പോവാണ്. നമ്മൾ വറുത്തിട്ടാണ് കറി വെക്കുന്നത്. അപ്പോഴേ എല്ലാത്തിനും തുടക്കത്തില്ല ഞാൻ വെട്ടിക്കളയാ ചെയ്യാ. അപ്പോഴേ അതെപ്പോഴും പറയും ഞാൻ അപ്പോഴേ ഞാൻ വെട്ടിക്കളയാ. അപ്പോഴേ അപ്പോഴേ പിന്നെ ഗ്യാപ്പാ. മങ്കി ഷോൾഡർ ഞാൻ കുപ്പി വെച്ച് പിടിച്ചിരിക്കുന്നത് കണ്ടോ. മങ്കി ഷോൾഡറാണ് അതിന്റെ കമ്പനിയാ. മത്തിക്കുപ്പിയുടെ അവർക്ക് അറിയില്ല. ഒരു കാര്യം പറയും പറഞ്ഞു പിന്നെ ആ കാര്യം അവതരിപ്പിക്കില്ല. ഞാൻ ഈ കാര്യം തന്നെ ബാക്കിയെ വെച്ചിറങ്ങുന്നത്. അപ്പൊ പിന്നെ മിണ്ടില്ല. അപ്പൊ ഞാൻ അപ്പോ ഇത് ബാക്കിയുണ്ട് 1.5 മണിക്കൂറൊക്കെ ആയിട്ട് നമുക്ക് ആകെ 20-30 മിനിറ്റോടെ വീഡിയോയുടെ ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ എഡിറ്റ് ചെയ്ത് അതിന് കട്ട് ചെയ്ത് കളയേണ്ട കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ 1.5 മണിക്കൂറൊക്കെ ആയോ അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് ഈ 1.5 മണിക്കൂറൊക്കെ ആക്കുന്നത്. അപ്പോൾ അതിന് വീണ്ടും ചെറുതാക്കും. അപ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അത്രയും ഇതിലാണ് ഞാനതിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ആവശ്യമുള്ളത് മാത്രം ഇതാക്കിയിട്ടാണ് ഞാൻ വീഡിയോ പിടിക്കുക. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് മോള് മുറക്കുകയും
മടുക്കും. കുറേ അടിച്ച് കൊണ്ടൊക്കെ അടിച്ച് ചെയ്യണം. കാരണം പല ആൾക്കാരും ചോദിക്കാറുണ്ട് എങ്ങനെ വീഡിയോ പിടിക്കുന്നത്, അത് അമ്മ അതൊക്കെ പഠിച്ചൂലേ എന്നൊക്കെ. അത് പഠിക്കും. എൻ്റെ മോളാണ് എല്ലാം പഠിപ്പിച്ചത്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് ഈ ടച്ച് ഫോണൊന്നും ഒട്ടും അറിയില്ലായിരുന്നു. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് എനിക്ക് ഓർമ്മയുടെ ഭയങ്കര കുറവുകളാണ്, ഭയങ്കര മറവികളാ. ഇപ്പൊ ക്യാമറയില മോള് വിളിച്ചെന്നിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ അതിൻ്റെ അത് ചിലപ്പോ പഠിക്കും ഞാൻ. അമ്മ ഇങ്ങനെ എപ്പോഴും എന്നെ മാത്രമല്ല എന്നെയും ചേച്ചീനെയും എല്ലാവരും ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊക്കി പറയും. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കാൻ വേണ്ടിയിട്ട്. അത് സ്വയം പൊങ്ങുന്നതോ അല്ലെങ്കിൽ സ്വയം പൊക്കിയാവുന്നതല്ല കേട്ടോ. നമ്മുടെ എല്ലാ അമ്മമാരും അങ്ങനെ അവരുടെ മക്കൾക്ക് കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞു അത്ര പോരാ, അതിനെ കുറിച്ച് വേറെ വിശദീകരണം ഒന്നും വേണ്ടല്ലോ എന്ന്. അപ്പോൾ നമ്മൾ നേടാ ചിക്കനൊക്കെ അതേ നന്നായിട്ട് വറക്കാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഗരം മസാലയും മാത്രം തിരുമ്പിയിട്ട് വറുത്തിട്ടാണ് നമ്മൾ വെക്കുക കേട്ടോ. തൊട്ടപ്പുറത്ത് ഞാൻ ചിക്കനിലേക്കല്ല ബീഫിലേക്ക് വേണ്ട ഗ്രേവിയാണ് തയ്യാറാക്കാൻ പോണത് കേട്ടോ. അതിൽ സവോള കുറച്ചിട്ടിട്ടുണ്ട്, ഒരു 2 സവോള ഇട്ടിട്ടുണ്ട്. പിന്നെ കുഞ്ഞുള്ളിയുമ്പോഴാണ് എല്ലാ പരിപാടികളും ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടെ നല്ല നാടൻ മുളകുണ്ടല്ലോ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് അധികമായി ഇപ്പം അമ്മ അപ്പുറത്തെ ചട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അത് അത്രയ്ക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ചിക്കനൊക്കെ വറുത്ത് കോരിയ അതിൽ തന്നെയാണ് നമ്മൾ ചിക്കനുള്ള ഗ്രേവി തയ്യാറെടുക്കുന്നത്. പാല് കാച്ചൽ പെണ്ണ് കെട്ട് 2 അപ്പുറത്തുപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ ഹെൽപ്പ് ചെയ്യാനുള്ള കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്തോളും. എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഫ്ലോപ്പായി പൂട്ടാ. ഫ്ലോപ്പായതൊന്നും നിങ്ങൾ കാണണില്ല എന്ന് മാത്രം, വിജയിച്ചത് മാത്രമേ കാണുന്നുള്ളൂ എന്ന് മാത്രം. അങ്ങനെ നമ്മൾ അതിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ട് അത് നന്നായിട്ട് ഗ്രേവി ഡ്രൈ ആയിട്ട് വരുമ്പോൾ അതിൽ നന്നായിട്ട് വേവിച്ച് വെച്ചാൽ ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് തയ്യാറാക്കി കിട്ടും. ഈ ബീഫ് ഇന്നൊന്നും റെഡി ആവില്ല, ഇന്നൊന്നും വലിയ രുചി ഉണ്ടാവില്ല. ഒരു 2-3 ദിവസം നമ്മളിങ്ങനെ ചൂടാക്കി കഴിക്കുമ്പോൾ നല്ല ഫ്രൈ ആയിട്ട് കപ്പലണ്ടി മണി പോലെ പറക്കി തിന്നാൻ പറ്റുന്ന രീതിയിലാവട്ടാ. അപ്പോൾ നമ്മളുടെ സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് മുളക് അരിഞ്ഞതും അതുപോലെ തന്നെ സവോളയും നമ്മൾ ഇട്ട് കൊടുത്തിട്ട്, സവോളയല്ല കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്കതിൽ പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനങ്ങനെ മല്ലിപ്പൊടി വളരെ കുറവാണ് യൂസ് ചെയ്യാറുള്ളത്. മല്ലിപ്പൊടി ഒരു കുത്ത് ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. ചില കറികളിൽ മല്ലിപ്പൊടി ഇട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത്തിരി പ്യൂരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടൊമാറ്റോൻ്റെ. അതിൻ്റെ ഇടയിൽ കടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്നലത്തെ അച്ചപ്പം ഉണ്ടായിരുന്നില്ലേ, ആ അച്ചപ്പം ഏറ്റവും ലാസ്റ്റായപ്പോൾ നമ്മളിങ്ങനെ ഒഴുക്കില്ലേ അതിൻ്റെ മാവ്, അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അപ്പൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കും. പിന്നെ ആ നേരത്തിനുള്ള ഭക്ഷണം കഴിപ്പ് പൊതുവേ കുറവാണ്. എൻ്റെ പോലത്തെ അസുഖമുള്ളവരുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ നന്നായിട്ട് വേണ്ടി വന്നപ്പോൾ ചിക്കനും കൂടി ഇട്ട് കൊടുത്തു. ഇതാ നമ്മുടെ ചിക്കൻ കറി റെഡി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നത്. അച്ഛനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം. എരുണ്ട്, എരിവാണ് വേണമെന്നൊരു നല്ലൊരു ചൊടിൻ്റെ അവളോ അച്ഛൻ യോജിച്ച് എല്ലാത്തിനും സർട്ടിഫിക്കറ്റ് അച്ഛൻ്റെ വകയും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മല്ലി ഒക്കെ വെതറി സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. മീൻ കറി, ചിക്കൻ കറി, ബീഫ്, പിന്നെ ഇന്നലെ വെച്ച എന്താ പറയുക അച്ചാറും അതുപോലെ തന്നെ പുളിഞ്ചിയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും നിങ്ങൾക്ക് വിളമ്പാന്ന്. അങ്ങനെ പുതിയ നിറയെ ഓട്ടകളുള്ള കിണ്ണത്തിലെടുത്തിട്ട്, കുഴികളുള്ള കിണ്ണത്തിലെടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി. തൊട്ടപ്പുറത്ത് നല്ല ബീഫ്. ഞാൻ പറഞ്ഞില്ലേ ബീഫ് 2-3 ദിവസം ഇരുന്ന് വരട്ടി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരികയെന്ന്. പിന്നെ നമ്മൾ ഇന്നലെ അമ്പലത്തിൽ സദ്യ കഴിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് കുറച്ച് മോര് കറി ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ബാക്കി വന്നത് അത്, പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ അടിപൊളി ഇഞ്ചമ്പുളി, പിന്നെ മോര് കറി, പിന്നെ അമ്മ കാലത്ത് ഈ കായയുടെ തൊലി അതും, പിന്നെ പയറുപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു, മീൻ വറുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ സർലാസ് ഉണ്ടാക്കി, പിന്നെ നമ്മുടെ അച്ചാറുണ്ടായിരുന്നു, വെള്ളം. ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ പൊക്കി പിടിച്ച് എൻ്റെതായ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. പിന്നെ പായസം ഉണ്ടായിരുന്നു, പായസം ഉണ്ടാക്കി കേട്ടോ. എല്ലാം കൂടി ഷൂട്ട് ചെയ്ത് എടുക്കാനായിട്ട് കണ്ണ് വയ്യല്ലോ, അത് കാരണം ഉണ്ടാവും കുറേയൊക്കെ മിസ്സായിപ്പോയി. ഇനി അച്ഛൻ കഴിക്കുന്നുണ്ട്, അച്ഛനോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം കേട്ടോ. അച്ഛന് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടല്ലേ. ഒരു പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽ ഏറ്റവും ഇഷ്ടം അച്ഛന് ഇഷ്ടമുള്ളവരായിരിക്കും എന്ന് തോന്നുന്നു. അച്ഛൻ ദേ ഓക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കഞ്ഞി പറയുള്ള സ്ഥലമുണ്ട്, അവിടെ കഴിച്ചു. എല്ലാ കമ്മിറ്റിക്കാരോടും കഴിക്കും ഒരുമിച്ച്. കഴിഞ്ഞ നമ്മുടെ അവിടെ തന്നെ. അങ്ങനെ നമ്മൾ ക്ലീനിങ് പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്.
ഇവിടെ നമ്മുടെ തുളസിത്തറയിൽ ഉണ്ടായിരുന്ന തുളസി ആകെ കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തുളസീനെ മാറ്റി വെച്ചു. നമ്മുടെ വീട്ടിലെ ആരെങ്കിലുമൊക്കെ വന്നു കയറുമ്പോൾ നമുക്ക് പൊതുവേ ഉള്ളൊരു ആത്മസംഘർഷമാണ്, അയ്യോ വീട് വൃത്തിയായില്ലല്ലോ, ഭക്ഷണം ശരിയായില്ലല്ലോ, ഒരു പൊതുവെ ഒരു വെപ്രാളം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് കേട്ടോ. ആ വെപ്രാളം എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ എന്താ പറയുക, വൃത്തിയായിട്ടിരിക്കണം, അങ്ങനെയായിട്ടിരിക്കണം, ഇങ്ങനെയായിട്ടിരിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മുടെ വീടിൻ്റെ ചുറ്റുള്ള പണി കഴിയാത്ത കാരണം മുറ്റമൊന്നും വലിയ വൃത്തി ഉണ്ടായിരുന്നില്ല. പക്ഷെ വീടിൻ്റെ ഉള്ളിൽ എന്തായാലും വൃത്തിയാക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ കുറേ പാഴ്സലും സംഭവങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഇവിടേക്കൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കിടാന്ന് വിചാരിച്ചു. അമ്മ നമ്മുടെ പിന്നാമ്പുറം അടിച്ചു വൃത്തിയാക്കുന്നത് തിരക്കില്ലാട്ടാ. ഇതെന്താണെന്നറിയോ, നമ്മുടെ വെണ്ടക്കായ മൂത്തതില്ലേ, നല്ല മൂത്ത വെണ്ടക്കായ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അമ്മ അരിഞ്ഞ് ഉപ്പും മുളകും പുരട്ടിയിട്ട് നല്ല വെയിലത്ത് വെച്ചിരിക്കുകയാണ്. അത് നന്നായിട്ട് നല്ല ഗംഭീര വെയിലും അതുപോലെ തന്നെ ഗംഭീര കാറ്റുമാണ്. നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റൂലേ. നമ്മുടെ ഇവിടെ എന്താ പറയുക, ശിവരാത്രിയുടെ സമയത്തായിരുന്നു നമ്മുടെ ഉത്സവം. ആ സമയത്തുള്ള കാറ്റാണ് അത് കേട്ടാ. വിഭവങ്ങൾ നോക്കിയിട്ട് പോവാൻ. ഇത് പായസ തിരക്കാണ് തെങ്ങുമ്പോ കാരണം തെങ്ങുമ്പട്ട പട്ട വെട്ടി കഴിഞ്ഞു. വേറെ കാര്യങ്ങൾ ഞാൻ പോട്ടെ. ഭാഗ്യനെ ഞാൻ കണ്ടിട്ട് 1 മാസമായി. ഭാഗ്യൻ അമ്പല പ്രസിഡൻ്റൊക്കെ ആയിട്ട് നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ബാക്കി സ്ഥലങ്ങളൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ശ്രീകുട്ടൻ സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ബെഡ്ഷീറ്റ് മാറ്റിയിടാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് തലേദിവസം ചെയ്ത് വയ്ക്കേണ്ട പരിപാടിയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി തലേദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കണ്ണ് വയ്യാത്ത എക്സ്ക്യൂസ് നമുക്ക് പറയാമല്ലോ, അത് നോർമലാണല്ലോ. എക്സ്ക്യൂസ് പറഞ്ഞ് നമ്മൾ ശീലിച്ചിട്ടുള്ള കാരണം കൊണ്ട് എന്താ പറയുക, അതിനൊരു ചൊല്ല് പറയില്ലേ നമ്മൾ, എന്താ പണ്ടേ ദുർബല പിന്നെയും ഗർഭിണിന്ന്, അതുപോലെ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് വൃത്തിയാക്കൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും. ശ്രീകുട്ടൻ്റെ പരാതിയാണ് ഇവിടെ ചെടികളൊന്നും വെച്ചിട്ട് പിടിക്കണില്ല എന്നുള്ളത്. ഇൻഡോറല്ലേ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് പുറത്ത് കൊണ്ട് വെക്കണം. ചെടികളൊക്കെ ചില സമയത്ത് വാടിപ്പോവും, വെള്ളത്തിൽ വെച്ചാൽ ചിലപ്പോൾ അത് ഉണങ്ങി പോവും, ചീഞ്ഞു പോവൊക്കെ ചെയ്യാറുണ്ട്. അത് കാരണം നമ്മൾ അവിടെ 2-3 മീഷോ എന്നുള്ള പ്ലാന്റുകൾ മേടിച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചധികം മേടിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര ഉപകാരമുള്ളതാണ്, നല്ല ഒറിജിനലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീകുട്ടനെ ഞാനും കൂടി ബാക്കിയുള്ള സ്ഥലമൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അമ്മായി വിളിച്ചു പറഞ്ഞത് എന്നോട്, അമ്മയുടെ നാത്തൂട്ടോ മാമൻ്റെ അമ്മായി വിളിച്ചു പറഞ്ഞത്, മോളെ നന്നായിട്ട് എണ്ണ തേച്ച് കുളിച്ചാൽ മതി, ചിലപ്പോൾ അത് കണ്ണിലത്തെ കുറയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എണ്ണ തേച്ച് കുളിക്കാന്ന്, കണ്ണ് കണ്ടാകെ ചോരച്ചൊരു പരിവായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എണ്ണ തേച്ച് കുളിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ എണ്ണയൊക്കെ തേച്ചു. നമ്മുടെ ബോട്ടിലിൻ്റെ തുമ്പിൽ ഇങ്ങനെ ധാത്രിയുടെ ഒക്കെ കിട്ടില്ലേ ഒരു ബോട്ടിൽ, അങ്ങനത്തെ ബോട്ടിലൊക്കെ മേടിച്ചിട്ട് ആകെ ഇങ്ങനെ എണ്ണ പറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. ഞാൻ എണ്ണ ഒഴിച്ച് വെച്ചേക്ക് എണ്ണ തേച്ച് കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഭയങ്കര സ്കാൽപ്പൊക്കെ നന്നായിട്ട് ഇച്ച് ചെയ്യും, ഭയങ്കരമായിട്ട് എണ്ണ ഇരിക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് ഏതെങ്കിലും ഷാമ്പൂ ഇട്ട് കുളിച്ച് കഴുകി ചെയ്യാറുള്ളത് കേട്ടോ. അതൊക്കെ ഒരു റുട്ടീനാണ്, അതൊക്കെ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പോഴേക്കും അമ്മ ഒരു കുഞ്ഞു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നു. ഞാനും ശ്രീകുട്ടനും കൂടി വീട് മൊത്തം വൃത്തിയാക്കി വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും വന്നാലോ ചെറിയൊരു പ്രതീക്ഷ ഇല്ല. കാര്യം നമ്മൾ ആരെയും ക്ഷണിച്ചിട്ടില്ല കേട്ടോ. ക്ഷണിച്ചാൽ എല്ലാവരും വരും. പക്ഷേ ഇപ്പോൾ നമ്മൾ രോഗമുള്ള അവസ്ഥയിൽ വിളിച്ച് കയറ്റി അവർക്ക് രോഗം കൊടുത്ത് വിടണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ താങ്ക് ഗോഡ് ഒരാൾക്കും നമ്മുടെ കൂടെ കണ്ണിക്കേട് വന്നില്ല കേട്ടോ, നമ്മുടെ വശത്ത് നിന്ന്. കാര്യം ഞാൻ കണ്ണട വെച്ചിട്ട് അമ്പലത്തേക്കൊക്കെ പോയപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നോട് കമൻറ്റ് ബോക്സിൽ, ശ്രീ ഇത് പകരില്ലെന്ന് ചോദിച്ചു. കണ്ണട വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് തൊട്ട ഡയറക്റ്റ് കോണ്ടാക്ട് വരികയാണെങ്കിൽ മാത്രമാണ് അത്ര, ഒരു ഐസൊലേഷൻ വേണ്ടിയിട്ടുള്ള ഒരു രോഗമൊന്നും അല്ല അത്. എങ്കിലും നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ കണ്ണിൽ തൊട്ട കൈ കൊണ്ട് വേറൊരാളുടെ കണ്ണിലൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കുഞ്ഞു കുഞ്ഞു പൊടിച്ചകളൊക്കെ കണ്ണിൻ്റെ ചുറ്റും പരക്കും, അത് വേറൊരാളുടെ കണ്ണിൽ വന്നിരുന്നാലൊക്കെ അത് സ്പ്രെഡ് ആവട്ടെ. ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. പക്ഷേ നമ്മൾക്ക് ആർക്കും വന്നില്ല കേട്ടോ. ഞാൻ കണ്ണടയൊക്കെ വെച്ച് സെറ്റായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടിച്ച് വാരി തൊടയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ അമ്പലത്തേക്ക് പോവാം. പൂരായിട്ട് ഇന്നാണ് ഞാൻ ഇപ്പോഴാണ് അമ്പലത്തിൽ പോണത് കേട്ടോ. ഇപ്പം അമ്പലത്തിൽ പോകേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ നിറയ്ക്കാനുണ്ടായിരുന്നു. നമ്മളിങ്ങനെ പറ നിറയ്ക്കും എല്ലാവരും, പൂപ്പറ, അവിൽപ്പറ, അങ്ങനെ കുറച്ച് പറകളൊക്കെ നിറയ്ക്കും. അവിടെ ചെന്നപ്പോഴേക്കും മാനപ്പൂരം കാര്യങ്ങളൊക്കെ അമ്പലത്തിൻ്റെ ആ സൈഡിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പോലെ നമ്മൾ ആർമാദിച്ച പൂരാണ് കേട്ടോ. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നല്ല ഇവിടെ ഒരു ഭസ്മം. അപ്പോൾ പിള്ളേരൊക്കെ ആർമാദിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു. ഞാൻ പിള്ളേരെ ആർമാദിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
അങ്ങനെ അവിടെ പൂരമൊക്കെ നടക്കണതിനിടയിൽ നമ്മൾ പതുക്കെ പറയൊക്കെ നിറച്ച് വീട്ടിലേക്ക് മടങ്ങാണ്. കുറച്ച് കളിപ്പാട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാട്ടാ. എന്നിട്ട് മേടിച്ച ശ്രീകുട്ട നോക്കട്ടെ അമ്മ മേടിച്ച സാധനങ്ങളൊക്കെ നോക്കട്ടെ. ഫാനാ നോക്കട്ടെ, ഫാൻ നോക്കട്ടെ. സാലേ ശബ്ദം എന്തെങ്കിലും കാറ്റ് വരുന്നില്ലേ? ഇങ്ങോട്ട് അമ്മ എനിക്കല്ല, ഇവിടെ ചേട്ടന്മാർക്ക് ഇതിങ്ങനെ അടിച്ചു കിടന്ന് ഉറങ്ങാം. ഇവരുടെ ഈ ഒരു സന്തോഷല്ലേ, നമുക്ക് പതുക്കെ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഇങ്ങനെ മടങ്ങി പോണില്ലേ. നമ്മൾ ഈ കളിപ്പാട്ടങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് ശ്രീകുട്ടൻ ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടാ. ഈ സ്പ്രിങ് വളയൊക്കെ മേടിച്ച് 2-3 സൈസിലുള്ളതൊക്കെ മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആട്ടി ഉണ്ടാക്കി നിൽക്കാണ്. ചേട്ടന്മാര് വരുന്ന വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ചേട്ടന്മാരെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് കേട്ടാ. കട അടച്ചതിന് ശേഷമാണ് കേട്ടോ ചേട്ടന്മാർ വന്നത്. ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നവർ വന്നപ്പോൾ 365 ദിവസം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മുടെ കട രാത്രി 10:30 വരെ ഓടും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തോന്നുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി അവരെ കൊണ്ട് നമുക്ക് പൂരത്തിന് പോവാം. ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തലേദിവസമായിരുന്നു കുട്ടികളുടെ ഡാൻസും പാട്ടും ഒക്കെ കേട്ടോ. അത് ഞാൻ കോപ്പിറൈറ്റ് വരുന്ന കാരണം കൊണ്ട് ആഡ് ചെയ്യണില്ല, എന്നാലും കുറച്ച് കാണാം നമുക്ക്. നമ്മുടെ നാട്ടിലത്തെ എല്ലാ കുഞ്ഞു തരികളും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ചിന്തുപാട്ടും ഈ കൈക്കുട്ടികൾ, ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. വട്ടക്കളി ആരംഭിക്കുകയാണ്. റെഡിയല്ലേ? Thank you.
അത് കാണാതിപ്പോ കഴിയൂ. ഇത് മറ്റേ പാക്കറ്റ് പെട്ടി അതേ പോണു. വെറൈറ്റി ചേട്ടാ അടുത്ത വെറൈറ്റി പോരും. വേറെ ഇവിടെ അച്ഛനെ വിളിച്ച കേക്കാം. ചോപ്പ ചോപ്പ അപ്പൊ ഇന്ന് നമുക്ക് ആകെ അതിഥികളായിട്ട് വരുന്നോട്ടാ. കണ്ണി കുളത്തിലായതുകൊണ്ട് അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് ചേട്ടന്മാരുടെ കുറേത്തിക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഏകദേശം പാതിരാത്രി 12 മണിയായി. അപ്പോഴാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കണം. പൂരപ്പുറം അവിടെ തകൃതിയായി കൊട്ടിക്കൊണ്ടിരിക്കും. പ്രതിഭേട്ടൻ പാട്ടുണ്ടാ? അപ്പൊ അടുത്ത പ്രതിഭേട്ടന്റെ പാട്ടുണ്ട്. ഇത് ചിന്നൻ ചേട്ടൻ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ദിനേശ് ചേട്ടൻ. ദിനേശ് ചേട്ടനെ കണ്ടിട്ടുണ്ടാവും വഴിയില്. ദിനേശ് ചേട്ടനെ കാണട്ടെ. ഹായ് പറ ദിനേശ് ചേട്ടാ. മതി മതി. അങ്ങനെ തലേദിവസത്തെ പരിപാടികൾ കൈകുട്ടികളിൽ ഞാനൊന്നും പങ്കെടുത്തില്ല. നമുക്ക് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഇപ്രാവശ്യം ഉണ്ടായിരുന്നു പൂരത്തിന്റെ ഭാഗമായിട്ടും. പിന്നെ നമ്മുടെ ചാനലിലെ കുറച്ച് വർക്കുകളും ശ്രീകുട്ടന്റെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര തിരക്കിലായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് പങ്കെടുത്തില്ല. ഒന്നാലോചിച്ചാൽ പങ്കെടുക്കാന്നത് നല്ലതെന്ന് തോന്നി. അല്ലെങ്കിൽ ഈ അസുഖമൊക്കെ വെച്ച് കളിക്കേണ്ടി വന്നാൽ ബാക്കിയുള്ളവരെയും കൂടി ഞാൻ ബുദ്ധിമുട്ടിച്ചവനെന്ന് തോന്നി. അപ്പം പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു കൂട്ടോ. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ ചേട്ടന്മാർക്കൊക്കെ ഫുഡ് കൊടുത്തു. അവരെ കൂടെ ഇരുന്ന് കുറേ വർത്താനങ്ങൾ പറഞ്ഞു. അമ്മ എനിക്ക് ഷുഗറും ഇല്ല പ്രഷറും ഇല്ല. എനിക്ക് പായസം. അടുത്തതായി നമ്മുടെ പ്രതിഭേട്ടന്റെ ഓണക്കളി പാട്ട്. കോസലം കാണാൻ കൊതിയില്ലേ വരദാ, അന്തിയിൽ കുളിരമ്പിളി നിൻമുഖമലരിനിയും എൻ ഹൃദയേ. കോസലം കാണാൻ കൊതിയില്ലേ വരദാ, അന്തിയിൽ കുളിരമ്പിളി നിൻമുഖമലരിനിയും എൻ ഹൃദയേ. അകലെ ചിത്രകൂടവനത്തിൽ രാമാദികളന്നാളിൽ മരവുരി ജടവൽക്കലമോടെ അവർ വാഴും ആ കാട്ടിൽ അന്നൊരു നാളിൽ ദൂരെ കണ്ടു രാമൻ പരിവാരവും തരികെ വരവായി വരദൻ എന്നനുജൻ. അരുത് കരുത് രാമാ കെടുതിയറുതി രാമാ, എടാ രാമ കേമ നിന്നന്ത്യകാലമീ ഞാനെടാ. ശൂർപ്പണകാമാർഗെ ഗമിച്ചു രാവണ സവിതേ അവളു ഗമിച്ചു, അന്തഭംഗ കഥകൾ വിവരിച്ചു വാരടി ഈ ജാഗ്രതൻ. വഴി തെറ്റിയോന്നൊരു സംശയമുണ്ട്, എന്നോട് ക്ഷമിക്കും. അല്ല തെറ്റിയത് പ്രതിഭേട്ടന്റെ പാട്ട് നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു, കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമൊരന്യനെ പോലെ, വെറുമന്യനെ പോലെ. നീലവാനച്ചോലയിൽ നീന്തിടുന്ന
ചന്ദ്രികേ നീലവാനച്ചോലയിൽ നീടുന്ന ചന്ദ്രികേ ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ വരാതെ വന്നൊരൻ ദേവി നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ. 1000 രൂപ കാത്തിരുന്നു. കഥ തിരക്കാൻ സംഭവമൊക്കെ ഞാൻ തന്നെ പാടുന്നു, ഞാൻ തന്നെ കയ്യെടുത്തു. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈകിളി മലർത്തെ കിളി മഞ്ഞു വീണതറിഞ്ഞില്ല വന്നു പോയതറിഞ്ഞില്ല ഉള്ളിലെ മാമയിലെ നീലപ്പീലികൾ വീശിയോ പൈകിളി മലർത്തെ കിളി വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈകിളി മലർത്തെ മലർത്തെ പൈകിളി മലർത്തെ കിളി. അപ്പോ ഇതായിരുന്നു ഞങ്ങളുടെ പൂരപരിപാടി ഇവിടെ സമാപിക്കുകയാണ്. അപ്പൊ എന്റെ ആകെ കൂടി കേട്ട ഗസ്റ്റ് ചേട്ടന്മാര് മാത്രം. ചെറിയ വീടൊന്നും ഇണങ്ങിയത് ഇപ്പോഴാണ്. ഞാൻ വയ്യ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടന്മാരെ ഞങ്ങൾ വരും പൂരം ഞങ്ങൾ ആഘോഷിക്കുന്നു പറഞ്ഞത് നമ്മുടെ പ്രദീപേട്ടന്റെ പാട്ടോടുകൂടി നമ്മൾ ഇന്നത്തെ പൂരം പരിപാടി അവസാനിപ്പിച്ചു. ഭാഗ്യം ഭയങ്കര തിരക്കിലാണ്, ഭാഗ്യം വരും. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങൾ കേട്ടോ. നമ്മുടെ വണ്ടിയിലെ ചേട്ടന്മാര് വന്നേട്ടാ. ആ ബായ്. ആ കാണാണ്ട്. ടാറ്റാ. ശരി ടാറ്റാ. ശരി ശരി ആ ശരി. അങ്ങനെ ഞങ്ങളുടെ പൂരം എന്താ പോകുന്നു മക്കളെ. അപ്പൊ ചേട്ടന്മാരെ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ? അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.